സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സീറോ ലൈസൻസിൽ നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് അതിലുള്ള വാട്സപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഹായ്, എൻ്റെ പേര് പ്രിയ. ഞാൻ ഇത്രയും വർഷം ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരിയാവാനുള്ള യാത്രയിലാണ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ബിസിനസ്, ഇതിനെത്ര വരുമാന സാധ്യതയുണ്ട്, ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എന്താണ് ഈ ബിസിനസ്? വാട്സ്ആപ്പ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ഈ ബിസിനസിന്റെ പേര്. ഇത് രണ്ട് തരം ഡ്രോപ്പ് ഷിപ്പിംഗ് ഉണ്ട്. ഒന്ന് ഇന്റർനാഷണലും മറ്റൊന്ന് ഇന്ത്യനും. ഈ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിലെ വാട്സ്ആപ്പ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് പണം വരുന്നത്? സപ്ലയർ യു കസ്റ്റമർ, ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. സപ്ലയറിൽ നിന്ന്, ഹോൾസെയിൽ ഡീലറിൽ നിന്ന് ഞങ്ങൾ സാധനം എടുത്തിട്ട് കസ്റ്റമറിലേക്ക് സെല്ല് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു റീറ്റെയിൽ ഷോപ്പിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ അതിൻ്റെ പേരിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും വരുന്നില്ല. ഞങ്ങൾ കസ്റ്റമറിൽ നിന്ന് ആദ്യം തന്നെ ഓർഡർ എടുത്ത് അതിൻ്റെ പൈസ അവരിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം സപ്ലയറിലേക്ക് നമ്മളത് കൈമാറുക ചെയ്യുന്നത്. അവിടെ തന്നെ നമ്മളിലേക്ക് വരുമാനം വരുന്നുണ്ട്. എന്തൊക്കെ പ്രോഡക്ട്സ് വിൽക്കാം? മേജറായി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സാരി, കുർത്താസ്, ഷൂസ്, മേക്കപ്പ് എക്യുപ്മെന്റ്സ്, പിന്നെ വാച്ച്, ബാക്കി ചെറിയ ചെറുതായ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എല്ലാം, അങ്ങനെ എല്ലാ സാധനങ്ങളും, ബാംഗിൾസ്, നിങ്ങൾ എന്തൊക്കെ ഡെയിലി യൂസ് ചെയ്യോ ആ സാധനങ്ങളൊക്കെയും നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ സെല് ചെയ്യാൻ പറ്റും. എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം? ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ₹1 ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, കസ്റ്റമറിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് മാത്രമേ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. പിന്നെ ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനൊരു മാർക്കറ്റിങ്ങിന്റെ ആവശ്യമില്ല, ഇതൊന്നും തന്നെയില്ല. നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചതിന് ശേഷം അത് സപ്ലയറിലേക്ക് കൈമാറുക ചെയ്യുന്നത്. ഇതിന് ഉള്ളിലുള്ള ഒരു മിഡിൽമാൻ കളി മാത്രം നമുക്ക്, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു മാർജിനാണ് നമ്മുടെ വരുമാനം. എങ്ങനെ തുടങ്ങും? ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് പരിപാടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് സ്വന്തമായി ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ? ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും പിന്നെ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം. അതുപോലെ തന്നെ ഹോൾസെയിൽ ഡീലർമാരും ഡൽഹി അടക്കമുള്ള നോർത്ത് ഇന്ത്യൻ സിറ്റീസിലുള്ള ഹോൾസെയിൽ ഡീലർമാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവർ എല്ലാ പ്രോഡക്റ്റും, അവരുടെ കയ്യിലുള്ള സകല പ്രോഡക്റ്റിന് റേറ്റ് അടക്കം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടിയിരിക്കും. അപ്പോൾ ആ റേറ്റ് അടക്കമുള്ള ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഫോർവേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അവരുടെ റേറ്റിനേക്കാളും ഈ ഓരോ പ്രോഡക്റ്റിനും നിങ്ങൾക്ക് എത്രയാണോ വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരു നിശ്ചിത ശതമാനം ഒരു മാർജിൻ എടുത്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ റേറ്റ് ആയിരിക്കണം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടേണ്ടത്. അപ്പോൾ അത് കാണുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അവർക്കും കൂടി കൺവിൻസിംഗ് ആയ റേറ്റ് ആണെന്നെങ്കിൽ ഇന്ന് അവർക്ക് മനസ്സിലായാൽ അവർ നിങ്ങളിലേക്കാണ് ആദ്യം ഓർഡർ ചെയ്യുക. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എത്രയാണോ അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ സപ്ലയറിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ സപ്ലയറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ വരുമാനം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. മാർജിൻ കഴിച്ചിട്ടുള്ള സംഖ്യയാണ് നിങ്ങൾ സപ്ലയർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ സപ്ലയർക്ക് ആ റേറ്റും പിന്നെ കറക്റ്റ് അഡ്രസ്സ്, ഏതാണോ കസ്റ്റമർ അവരെ കറക്റ്റ് അഡ്രസ്സ് അടക്കം നിങ്ങൾ സപ്ലയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് അവിടെ പൂർത്തിയായി നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വരുമാനവും എത്തിക്കഴിഞ്ഞു. ഡെലിവറി എങ്ങനെ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് സമയം എടുക്കുന്നത്. 7 മുതൽ 14 ദിവസം വരെ എടുക്കുന്നത്. നമ്മൾ ഈ ആമസോണിൽ നിന്ന് കിട്ടും പോലെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് നമുക്കത് കിട്ടില്ല. കാരണം നമ്മൾ സ്വന്തമായി DTDCയും ഡൽഹി വരെയുള്ള കൊറിയർ പ്ലാറ്റ്ഫോമും നമ്മളിതിന് യൂസ് ചെയ്യുന്നത്, ഡ്രോപ്പ് ഷിപ്പിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം എടുക്കുന്നുണ്ട്. പക്ഷേ 7 മുതൽ 14 ദിവസം, അതിനപ്പുറം പോകാൻ മിക്കവാറും ചാൻസ് ഇല്ല. എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ സപ്ലയർ ക്വാളിറ്റിയാണ്. എന്നാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെക്കുന്ന സപ്ലയേഴ്സ്. അല്ലാണ്ട് ഫസ്റ്റ് ടൈമിൽ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും. കാരണം നമ്മൾ കറക്റ്റ് കണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങുന്നത്. നമ്മളെ ഇതിൽ കാണുന്ന, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന അത്രയും ക്വാളിറ്റി സാധനങ്ങൾക്ക് ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം അത്ര ഒരു റെഡിയാവില്ല. അതിൽ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസിലൂടെ റെഡിയാക്കാൻ പറ്റുന്ന കാര്യമുള്ളത്. പിന്നെ അഡ്രസ് ആക്യുറസി, അതാണ് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത്. കാരണം കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അഡ്രസ്സ് വളരെ കൃത്യമായിരിക്കണം. അഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ യാതൊരു തെറ്റും വരുത്താതെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കൊടുത്താൽ മാത്രമേ ഈ ബിസിനസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ട്രസ്റ്റ്, ഈ അഡ്രസ് ആക്യുറസിയിൽ വരും തന്നെയാണ് ട്രസ്റ്റ്, വിശ്വാസം എന്നുള്ളത്. ഇത് രണ്ടും നമ്മൾ ഈ സപ്ലയർ ക്വാളിറ്റിനെയും അഡ്രസ് ആക്യുറസിനെയും കണക്ട് ചെയ്തിട്ടായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്രസ്സ് കൃത്യത്തിൽ സാധനങ്ങൾ എവിടെയെങ്കിലും എത്തും, നമുക്ക് കൃത്യസമയത്ത് സാധനം എത്തിക്കാൻ പറ്റില്ല. സപ്ലയർ ക്വാളിറ്റി എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങി അവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന
ആ സാധനം കണ്ടിട്ടാണ് അവർ നമുക്ക് ഓർഡർ തരുന്നത്. പക്ഷെ അത് കിട്ടി കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരും ആദ്യം വാങ്ങുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൂടെ കൃത്യമായി കണക്കിലെടുത്ത് മാത്രമേ നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, സക്സസ് ആക്കാൻ പറ്റും. ഇത് ഫുൾ ടൈം ബിസിനസ് ആക്കാം, തീർച്ചയായും ആക്കാൻ പറ്റും. പക്ഷെ അതിനെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മളെങ്ങനെ അതിനെ സമീപിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഫ്രണ്ട്സും ഫാമിലീസും മാത്രം അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണെങ്കിലും ഒരു സൈഡ് ബിസിനസ്സായി മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം അത്രയും ആൾക്കാരുണ്ടാവുള്ളൂ, അത്രയും ആൾക്കാരിലേക്കല്ലേ നമുക്കിതിനെ എത്തിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളൊരു ആഡ് കൊടുത്തും അതിനനുസരിച്ചിട്ടുള്ളൊരു മാർക്കറ്റിംഗ് നടത്തിയാൽ നമുക്കിതൊരു ഫുൾ ടൈം ബിസിനസ്സാക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. അല്ലാതെ ഒരു സൈഡ് ബിസിനസ്സായി കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. റിയൽ എക്സ്പീരിയൻസ് ഞാൻ ഇതിനോട് പറഞ്ഞിട്ടുണ്ട്, റിയൽ എക്സ്പീരിയൻസ് പറയാം. കാരണം വെച്ചാൽ എൻ്റെ മോൻ ഇത് 2023 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാച്ചായിരുന്നു നമ്മൾ സെയിൽ ചെയ്തത്. പക്ഷേ കൊടുത്തത് അഡ്രസ് ആക്യുറസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് ഇത് വരുന്നത്. എന്നുവെച്ചാൽ അവർ തന്നത് ഒരു കോളേജിൻ്റെ അഡ്രസ്സായിരുന്നു. പക്ഷേ സാധനം അവിടെ എത്തുമ്പോഴത്തേക്ക് കോളേജിൽ ഹോളിഡേ ആയിരുന്നു. അവരത് ഹോസ്റ്റലിൽ കൊടുത്തിട്ട് പോയി. പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് കസ്റ്റമർക്ക് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്രസ് ആക്യുറസി എന്ന് പറയുന്ന സംഭവം വളരെ പെർഫെക്റ്റും കറക്റ്റും ആയിരിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ അതിൻ്റെ കുറേ കുട്ടികൾ അതിന് എൻ്റെ മോനാണ് ചെയ്തിരുന്നത്, അവൻ്റെ ഫ്രണ്ട്സുമാണ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 1 രൂപ പോലും ഇവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല, നല്ലൊരു വരുമാനം അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പഠിപ്പും കാര്യങ്ങളും മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവരിനിയും ചെയ്യുന്നുള്ള ടെൻഡൻസി ഇല്ലാന്നുള്ളത്. ഇത് ട്രൈ ചെയ്യണം. ഇത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതൊരു നല്ലൊരു പരിപാടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ടെൻഷനില്ല, ഒന്നുമില്ല. 24 മണിക്കൂർ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവും, വാട്സപ്പിൽ ഏത് നേരം നമ്മുടെ എല്ലാവരുടെയും വിരലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാവും ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ എളുപ്പത്തിൽ, കാരണം അവരെ ഡെയിലി ജോലികളൊക്കെ കഴിയുമ്പോഴേ ഒരു 10-11 മണിയാകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു, ഞാൻ വീട്ടമ്മ കാലത്തുള്ള കാര്യം പറയുന്നത്, അപ്പോഴേക്കും നമ്മളെ എല്ലാ ജോലികളും കഴിയും. പിന്നെ ഏത് നേരം ഫോണിൽ തോണ്ടിക്കൊണ്ടാണ് മിക്ക വീട്ടമ്മമാരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണിത്. ഒന്ന് ഇതിൽ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഈ അഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ ക്വാളിറ്റി, സപ്ലയർ ക്വാളിറ്റീൻ്റെ കാര്യത്തിലായാലും അതിനൊക്കെ കുറച്ചൊരു ശ്രദ്ധ വേണ്ടതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണിത്. ട്രൈ ചെയ്താൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതിലൊരു 100 കമൻറ്റ് വന്നാൽ ഞാൻ ലൈവായി ബിസിനസ് ചെയ്ത് കാണിക്കും. നമുക്ക് എങ്ങനെ സപ്ലയറെ ചൂസ് ചെയ്യാം, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഇതിലൂടെ നമുക്ക് എത്ര വരുമാനം ഉണ്ടാക്കാം, അതൊക്കെ ഞാൻ കൃത്യമായി ചെയ്ത് നിങ്ങളെ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരാളൊന്ന് ട്രൈ ചെയ്ത് കാണിച്ച് തന്നാൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ എളുപ്പമാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നാൽ ഞാൻ തീർച്ചയായും ഇത് ചെയ്ത് നിങ്ങളെ കാണിക്കും.